ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഓണം എങ്ങനെ ആഘോഷിച്ചു? അടിപൊളിയായിരുന്നോ എല്ലാവരുടെയും ഓണം? അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചേ. അതിനുവേണ്ടി ഞാനൊരു മമ്മ ആൻഡ് ഡോട്ടർ കോംബോ ആണ് ചെയ്തത്. മോൾക്ക് ഇതുപോലെ ഒരു സെറ്റിൻ്റെ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ ഒരു ടോപ്പും, അതേ മാച്ചായിട്ട് എനിക്കൊരു ടോപ്പും ഒരു സ്കേർട്ടും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനിവിടെ ഉപയോഗിച്ചത് കളർഫുള്ളായിട്ടുള്ളൊരു സ്കേർട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റിൻ്റെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കോംബോ ചെയ്യാം. ഞാനപ്പോൾ എല്ലാ കളറിലുള്ള ഒരു സ്കേർട്ടാണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പിങ്ക് ബോർഡർ ഉണ്ടായിരുന്നു, അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വർക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മളൊരു ബുള്ളിയൻ റോസ് ചെയ്യുന്നുണ്ട്. ബുള്ളിയൻ റോസ് നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ഇത് യെല്ലോ കളറിലുള്ള ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ സാധാരണ എംബ്രോയിഡറി ചെയ്യുന്ന ഏത് ത്രെഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ നീഡിലിൽ ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 6 ലൂപ്പിൻ്റെ ഒരു ഇതാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ബുള്ളിയൻ റോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഇവിടെ താഴെയുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ബുള്ളിയൻ റോസാണ്. ഒന്ന് കണ്ടു നോക്കണേ. ബുള്ളിയൻ റോസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുണ്ടെങ്കിലും കുറച്ച് ടിപ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. കുറച്ച് സംഭവങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ആ ബുള്ളിയൻ റോസസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ആ ടിപ്സൊക്കെ നമ്മളുടെ ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഫസ്റ്റ് പെറ്റൽസ് 2 ഉണ്ട്. 2 പെറ്റൽസിന് നമ്മൾ 6 ലൂപ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വരുന്നത് നമ്മൾ 10 ലൂപ്സ് ഉള്ള 3 പെറ്റൽസാണ് വരുന്നത്. പിന്നെ വരുന്നത് 10 ലൂപ്സ് കഴിഞ്ഞാൽ 14 ലൂപ്സ് ആണ്. 14 ലൂപ്സ് അല്ലെങ്കിൽ 15 ലൂപ്സ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഔട്ടറിൽ വരുന്നത് ഒരു 20 അല്ലെങ്കിൽ 22 ലൂപ്സ്. അപ്പോൾ നമുക്ക് ഫ്ലവറിന് എത്ര വലിപ്പം വേണം എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലൂപ്സൊക്കെ അതുപോലെ തന്നെ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയാണ് ടിപ്സും ട്രിക്സും നമ്മുടെ മറ്റേ വീഡിയോയിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ സ്കേർട്ടിനായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ യെല്ലോ കളർ തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്കിൻ്റെ ലൈറ്റും ഡാർക്കും, അങ്ങനെ 2 കോമ്പിനേഷനാണ് ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളറാണോ നമുക്ക് കോമ്പിനേഷൻ വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അതിൻ്റെ ലൈറ്റോ ഡാർക്കോ അതിനോട് മാച്ച് ആവുന്ന ഏതെങ്കിലും കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബുള്ളിയൻ റോസസ് ഉണ്ടാക്കിയെടുക്കാം. റോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് കുറച്ച് ലീവ്സൊക്കെ കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളറിലുള്ള ആങ്കർ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ലേസി ഡേസിയുടെ ഒരു സ്റ്റിച്ച്
കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് അതും ചെയ്തെടുക്കാനായിട്ട്. അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ട്യൂട്ടോറിയലാണ്, അതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, അത് വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതുപോലെ കുറച്ച് ലീവ്സും അവിടെ ഇവിടെ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ റോസസിന്. ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ റോസസും ലീവ്സൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡിലായിട്ടാണ് റോസസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വർക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടി സിമ്പിളായിട്ട് നമുക്ക് ഈ ത്രെഡുകൾ തന്നെ ഉപയോഗിച്ചിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട്സ് ഇടാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ ആ ഒരു നീഡിലുമേ 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയിട്ട് താഴേക്ക് വീണ്ടും വലിച്ചെടുത്താൽ മതി. അത് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കണേ. ഫ്രഞ്ച് നോട്ട്സ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് 2 ബീഡ്സ് ഉണ്ട്, ഇതുപോലുള്ള മൾട്ടി കളർ 2 ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂചി നൂലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയും കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സ്ലീവ് പോർഷനാണ്. സ്ലീവ് നമ്മൾ ഷോൾഡർ തുടങ്ങിയിട്ട് നമ്മൾ താഴെ വരെ ഒരു ചെറുതായിട്ട് ഒരു ഇതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും കുറച്ച് 2 ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് മോൾക്കുള്ള ഡ്രസ്സാണ്. മോളുടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യാനുള്ള പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൽ ചെറുതായിട്ട് നമ്മുടെ തന്നെ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ, സ്കേർട്ടിൻ്റെ കോമ്പിനേഷൻ വരുന്ന രീതിയിൽ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും 2 ബീഡ്സുമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോളുടെ സ്കേർട്ട് വന്നിട്ട് ഒരു ക്രീം കളറിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ ഒരു കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ നെക്കിന് താഴെയായിട്ട് കുറച്ച് സ്ഥലത്ത് കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് മാത്രമാകുമ്പം ഒരു അട്രാക്ഷൻ വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും റെഡും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ട്സും പിന്നെ 2 ബീഡ്സും വെച്ച് കൊടുത്തു. അങ്ങനെ ഇതായിരുന്നു മോളുടെ ടോപ്പിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ച് ബീഡ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട്സും മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിൽ വന്നിട്ട് ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയായിട്ടൊരു ബോയും വെച്ച് കൊടുത്തു. ബോയിൻ്റെ സെൻറ്ററിലും സൈഡിലുമായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും വെച്ച് കൊടുത്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബോ ഫുള്ളായിട്ട് ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ടൈം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ 2 ദിവസം കൊണ്ടാണ് ഈ ടോപ്പ് 2 പേർക്കുള്ളത് സ്റ്റിച്ച് ചെയ്തതും അതുപോലെ തന്നെ വർക്ക് ചെയ്തെടുത്തതും. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മാത്രമാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലീവിലും നമ്മൾ കുറച്ച് നമ്മുടെ ഷോൾഡർ തുടങ്ങിയിട്ട് താഴെ വരെ കുറച്ച് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ 2 സൈഡിലും ബുള്ളിയൻ റോസസ് ആണ് കൊടുത്തത്. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് നോട്ടും ബീഡ്സും വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.